ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മെഹനു ചാനൽ. അപ്പം ഞാൻ കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ നാഫീനെ ഒന്ന് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളൊരു വ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നാഫി തനിച്ചല്ല വന്നത്, നാഫിയുടെ ഉമ്മയും മക്കളും ഒക്കെ വന്നായിരുന്നു. ആ വീഡിയോ നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ വൈറലായ ഒരു വീഡിയോ ആണ്. അപ്പം ആ വീഡിയോയിൽ കുറേ ആൾക്കാർ കമൻസ് ഓരോ രീതിയിൽ ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പം എന്താ പറയുക, ചില ആൾക്കാർ എന്നോട് എൻ്റെ എക്സ് വൈഫിനെ പോലെ എന്ന്, ഞാൻ അവളോ ഞാനോ എൻ്റെ എക്സ് വൈഫിനെ പോലെ ഉണ്ട് എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഞാനായിട്ടും അവൾ എൻ്റെ എക്സ് വൈഫിനെ പോലെ തന്നെ എന്ന് ഞാൻ ആ വീഡിയോയിൽ പറയുന്നില്ല. അവളും എവിടെയും ആരോടും നിൻ്റെ എക്സ് വൈഫിനെ പോലെയാണ് ഞാൻ എന്ന് എന്നോടോ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അതായത് നിങ്ങൾ ജനങ്ങളാണ് അവളെ എൻ്റെ എക്സ് വൈഫിനെ പോലെ ചിത്രീകരിച്ച് അവളെ അങ്ങനെ കമൻ്റ് ഇട്ട് എനിക്ക് ഒരുപാട് ആൾക്കാർ റീൽ അയച്ച ആൾക്കാരുണ്ട്. നിങ്ങളെ വൈഫിനെ പോലെ ഇല്ലേ കാണാൻ, അങ്ങനെ ഇങ്ങനെ എന്നിട്ട് എനിക്ക് വരെ അയച്ചിട്ടുണ്ട്. അതായത് ഞാൻ അവളും പരിചയം ഉണ്ടാകുന്നതിന് മുന്നേ അയച്ചിട്ടുണ്ട് എനിക്ക്. അപ്പം നിങ്ങളിപ്പോൾ പറയണ്, പിന്നെ കുറേ ആൾക്കാർ, അത് അസൂയുള്ള ആളും ഞാനും അവളൊന്നിച്ച് വീഡിയോ ചെയ്തതുകൊണ്ട് കുറേ കുരുപൊട്ടിയ കുറേ ടീമുണ്ട്. അവരൊക്കെ ഇപ്പോൾ വീഡിയോ ചെയ്യണ, ഇപ്പോൾ പറയണ കാര്യങ്ങൾ അത് അങ്ങനെയില്ല ഇങ്ങനെയില്ല അങ്ങനെ. ഞാൻ ഒരു കാര്യം പറയട്ടാ, ഞാനോ അവളോ എവിടെയും പറഞ്ഞിട്ടില്ല എൻ്റെ എക്സ് വൈഫിനെ പോലെ ഉണ്ടെന്ന്. ഞാനും പറഞ്ഞിട്ടില്ല, അവളും പറഞ്ഞിട്ടില്ല. ഓക്കെ, എവിടെയോ ഒരു ചായ, ഓക്കെ, അതുണ്ടെന്ന് ഞാൻ ഇപ്പം അക്സെപ്റ്റ് ചെയ്യണു. ഏകദേശം കട്ട് അങ്ങനെ തന്നെ ഉണ്ട് എനിക്ക്. അവള് ഏകദേശം മുന്നേ ഇപ്പോൾ കുറച്ച് തടി, ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാനവളെ നേരിട്ട് കാണാൻ പോകുന്ന സമയത്ത് കുറച്ച് തടി വെച്ചിട്ടുണ്ടായിരുന്നു. മുന്നേ അവളെ കാണാൻ എക്സാക്ട്ലി ആ ഒരു ടൈപ്പ് എനിക്ക് തോന്നിയിരുന്നു, എനിക്ക് ഫീലായിരുന്നു എൻ്റെ വൈഫിനെ പോലെ ഒരു കട്ടുണ്ട് എന്നാണ് ഞാൻ ഇപ്പം ഇപ്പം ഞാൻ പറയുന്നത് ഉണ്ടായിട്ടുണ്ട് ഉണ്ട് എന്നുള്ളത്. പക്ഷെ അവള് പറയുന്ന കാര്യം എന്നെ പോലെ അത് എന്റെ കുറ്റമല്ലല്ലോ എന്നുള്ള രീതി. കാരണം ആർക്കും ആരും പകരം വെക്കാൻ പറ്റൂല ഒരിക്കലും. അത് മാത്രമല്ല, നമ്മൾ ഒരാളെ പഠിച്ചോൻ തരുന്ന ആ ഒരു രൂപം, ആ ഒരു ആ ഒരു ശൈലി, ഇതൊക്കെ നമുക്ക് പഠിച്ചോൻ തരുന്നതാണ്. നമ്മളവരെ നീ അവളെ പോലെയാണ്, നീ ഇവനെ പോലെയാണ്, ഞാൻ ഇവനെ പോലെയാണ് എന്ന് പറയണതിൽ ഒരു അർത്ഥമില്ല. ഞാൻ എന്നെ പോലെയാണ് എന്ന് പറയാൻ പഠിക്കാം മനുഷ്യന്മാർ. അല്ലാതെ നിങ്ങൾ ഒരുമാതിരി വർത്താനം പറയണ ഭയങ്കര മോശമാണ് കേട്ടാ. അപ്പോ എന്തായാലും നാഫി എൻ്റെ അടുത്ത്, ഞാൻ നാഫിയോട് ചോദിച്ചു, നീ ആരോടെങ്കിലും നീ അങ്ങനെ ഉണ്ട്, എനിക്ക് അവളെ ചായ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ പഠിച്ചോനെ, ഞാൻ ഇതുവരെ ഒരാളടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ശൈലിയിൽ ഞാൻ വീഡിയോ ചെയ്യണ്. അത് മറ്റുള്ളവരെടുത്തിട്ട് അങ്ങനെ ആക്കി അവര് കമന്റ് ഇട്ട് അവര് പറയുന്ന കാര്യങ്ങളാണ്, ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ് നാഫി പറയുന്ന കാര്യങ്ങൾ. നിങ്ങളാണ് അവളെ അങ്ങനെ ആക്കിയതും ഇപ്പൊ നിങ്ങൾ തന്നെയാണ് അത് തിരിച്ചു പറയണതും. അത് നിങ്ങളെ ക്യാരക്ടർ അങ്ങനെയാണല്ലോ. ഈ കുറെ ഫേക്ക് ഐഡിയിൽ വരുന്ന കുറെ നാറികളെ കഥ അങ്ങനെയാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു ഭാഗം എനിക്ക് സംസാരിക്കണം തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം എന്റെയിലാണ് ആ കമന്റ്സ് വരുന്നത്. അങ്ങനെയില്ല, ഇങ്ങനാണ്, ഇങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്, ഇല്ല. പിന്നെ ചില ആൾ ഇപ്പൊ കമന്റ് ഇട്ട് വരുന്നുണ്ട്, സഫാനെ പോലെയുണ്ട്, നിങ്ങൾ എക്സ് വൈഫിനെ പോലെയുണ്ട്, രണ്ടാളും അങ്ങനെ ഇങ്ങനെയാണെന്ന്. അതും കമന്റ് ചെയ്ത് വരുന്നുണ്ട്. നാളെ പിറ്റേന്ന് നിങ്ങൾ തന്നെ തിരിച്ചു പറയും. ഞാൻ അതിന് ഒരു മറുപടി കൊടുക്കാൻ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഞാൻ ഒന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല. കാരണം നിങ്ങളെ അവസ്ഥ പഠിച്ചോന് വരെ അറിയാത്ത അവസ്ഥയാണ് ഗൈസ്. ഒന്ന് മനസ്സിലാക്കുക, ഒന്ന് തിരിയുന്നില്ല എനിക്ക്. പിന്നെ ഞാൻ എന്നെ സ്നേഹിക്കുന്ന സബ്സ്ക്രൈബർ ഉണ്ട്, അന്നും ഇന്നും. അവരൊക്കെ നല്ല രീതിക്ക് നമ്മൾക്ക് സപ്പോർട്ടാണ്. സോ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യും ഇനിയും, ഇൻഷാ അള്ളാ. പഠിച്ചോൻ വിധി കൂട്ടിയെടുത്തോളം കാലം ഞാൻ എൻ്റെ സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യും ഇൻഷാ അള്ളാ. അതേപോലെ തന്നെ പെരുന്നാളൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. പെരുന്നാൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. ഞാൻ എൻ്റെ മോൻ്റെ കൂടെ ആണ് പെരുന്നാൾ ആഘോഷിച്ചത്. അത് നല്ല ഹാപ്പി ആയിട്ട് ആഘോഷിച്ചു ഇൻഷാ അള്ളാ. ഇനിയിപ്പോൾ ബർത്ത്ഡേ വരാനുണ്ട്, ഞാൻ ഉണ്ടാവോ ഇല്ലയോ എന്ന് കൺഫേം എനിക്കറിയൂല. 2-ാം തീയതിയാണ് എൻ്റെ ഇനു ബേബിയുടെ ബർത്ത്ഡേ. അപ്പം ഒരു കൺഫർമേഷൻ ഇല്ല. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അന്നേരം ആലോചിച്ച് പറയാം ഇൻഷാ അള്ളാ. അപ്പം എന്തായാലും ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വന്നത്. തീർച്ചയായിട്ടും
നിങ്ങൾ എന്താണോ നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അതുവരേക്കും ബൈ.